നമസ്കാരം. തോറ്റ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ഇന്നലെ എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം, ഇത്രയും പരിഹാസ്യമായൊരു വാർത്താ സമ്മേളനം അദ്ദേഹം ഇതിനു മുൻപും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും പരിഹാസ്യമായൊരു വാർത്താ സമ്മേളനം, വിശദീകരണം കേരളത്തിലെ മാധ്യമങ്ങളോ ജനങ്ങളോ കേട്ടിട്ടുണ്ടാകില്ല. അതാണ് ഇന്നലെ സംഭവിച്ചത്. എന്തൊക്കെ ന്യായവാദങ്ങളാണ് നടത്തുന്നത്. സ്വർണ്ണക്കൊള്ളയൊന്നും ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഇല്ലേയില്ല. കാര്യം മനസ്സിലായില്ലേ? ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ പിണറായി സഖാവിനെ, തമ്പുരാനെ കുറ്റപ്പെടുത്തേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയാണല്ലോ ഭരണത്തലവൻ. സർക്കാരിന്റെ ഭരണത്തലവൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കല്ലേ കേട്, അല്ലെങ്കിൽ പിണറായിക്കല്ലേ കേട്. ഇതിപ്പോൾ ഒരു പാർട്ടിയേ അല്ല, ഇതൊരു പിണറായി ഗ്രൂപ്പാണ്. ആ ഒരൊറ്റ ഗ്രൂപ്പേ അവിടെ ഉള്ളൂ എന്നതാണ് സത്യം. ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് ഭരണവിരുദ്ധ വികാരമാണ്. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം UDF സെലക്ട് ചെയ്യാതെ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് പലരും UDF കുത്തിയതായി പല ആളുകളും പറഞ്ഞു, പ്രത്യേകിച്ചും സ്ത്രീകൾ. BJPക്ക് ചെയ്തവരുമുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് BJPക്ക് വോട്ട് ഷെയർ കുറഞ്ഞു എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർജി ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ടൊക്കെ ചില പ്രസ്താവനകളും ഒക്കെ കണ്ടു. എന്തുകൊണ്ട് തോറ്റു എന്നത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ്. ജനങ്ങളോട് അകന്നു, ജനങ്ങളിൽ നിന്ന് മാറി നിന്നു, ജനങ്ങളെ ദ്രോഹിച്ചു, സ്വർണം കട്ടു, അഴിമതി നടത്തി, ധൂർത്ത് നടത്തി, PR വർക്ക് നടത്തി. ഇതുകൊണ്ട് തോറ്റു. അതങ്ങ് പറഞ്ഞാൽ എന്താണ്? തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും. ഇത് കുറെ ആയി തെറ്റ് തിരുത്താൻ തുടങ്ങിയിട്ട്, ഇതുവരെ തെറ്റുകളൊന്നും തിരുത്തി തീർന്നില്ലേ പാർട്ടി എന്നുള്ളതാണ്. പിണറായി വിജയനെ പൊതുങ്ങി വെച്ചുകൊണ്ട്, പിണറായിയെ സംരക്ഷിച്ചുകൊണ്ട്, പിണറായിക്ക് സ്തുതി പാടിക്കൊണ്ടാണ് MV ഗോവിന്ദൻ മാഷ് ഇന്നലെ ആ നാണം കെട്ട വാർത്താ സമ്മേളനം നടത്തിയത് എന്നത് എല്ലാവർക്കും മനസ്സിലായി. എന്തുകൊണ്ട് തോറ്റു എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത്, മാധ്യമ പ്രവർത്തകൻ റെജിമോൻ കുട്ടപ്പൻ, അദ്ദേഹം നമ്മുടെ സുഹൃത്തു കൂടിയാണ്, മാധ്യമങ്ങളിലൊക്കെ വരുന്നയാളാണ്. അദ്ദേഹം വളരെ ഹ്രസ്വമായൊരു പോസ്റ്റ് ഇട്ടു. അതുകൂടി ഒന്ന് വായിക്കാം, കണ്ടു കാണുമായിരിക്കും പ്രേക്ഷകര്. തോറ്റമ്പിയതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. ഒന്ന്, നുണ തന്നെ ആവർത്തിക്കുക, നുണയല്ലാതെ നാക്കെടുത്താൽ പറയില്ല. വക്രീകരിച്ച PR തള്ളിക്കൊണ്ടിരിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ വരെ സ്വന്തം പേരിൽ അച്ചടിച്ച് വിതരണം ചെയ്യുക, റേഡിയോ പോലെ പത്രസമ്മേളനം നടത്തുക. അതിൽ ഒന്നാണ് ഇന്നലെ കണ്ടത്. മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ ഒരുതരം വഷളം ചിരിയോടുകൂടിയാണ്, ഈ ചിരിച്ച് അങ്ങ് തള്ളിയാൽ എല്ലാം പൊട്ടന്മാരായിട്ട് എല്ലാം വിഴുങ്ങും എന്നുള്ള ധാരണയാണ്. ജനം മണ്ടന്മാരല്ല. ധൂർത്തു മാത്രം നടത്തുക, എന്റെ തല എന്റെ ഫിഗർ എന്ന ആറ്റിറ്റ്യൂഡ് തുടരുക. ഇതൊക്കെ പിണറായി തന്നെ ചെയ്യുന്നതാണ്. എല്ലാവരോടും ആക്രോശിക്കുക. ഇയാളിത് കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴും. നടേശനെ കാറിൽ കൊണ്ട് നടക്കുക, അത് പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം. നായരെ കണ്ട് തൊഴുക, ജമാഅത്തെ ഇസ്ലാമിയെ ചീത്ത പറയുക, മുസ്ലിം വിരുദ്ധ പ്രസ്താവന പത്രത്തിൽ അച്ചടിക്കുക. അതൊക്കെ പുതിയ കാര്യങ്ങളാണ്. നേരത്തെ പ്രീണനമായിരുന്നു. ഇപ്പൊ ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടി ഈ അയ്യപ്പന്റെ വിഷയം ഉണ്ടായപ്പോൾ, ശബരിമല വിഷയം ഉണ്ടായപ്പോൾ ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. അയ്യന്റെ സ്വർണം മോഷ്ടിച്ച് അവിടെ സംഗമം നടത്തുക, റീൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, തിരുവാതിര ഡോക്യുമെന്ററി ഇറക്കുക, കന്നുകാലി തൊഴുത്ത്, ഹെലികോപ്റ്റർ, 40 കാർ അകമ്പടി, ഒന്നുമില്ലേ പഴയ ബ്രണ്ണൻ കഥകൾ പറയുക. ജനത്തിന് മടുത്തു. അപ്പോൾ ചായ വാങ്ങി കുടിച്ചിട്ട് മാറ്റിക്കുത്തും, ഞങ്ങളുടെ മിടുക്കാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആത്മകഥാംശം കൂടി അതിനകത്തുണ്ട് റജീവൻ കുട്ടപ്പന്റെ. മാറ്റിക്കുത്തിയത് ഒരുതരം പിറപ്പ് പണിയാണെന്നൊക്കെ പറഞ്ഞല്ലോ നമ്മുടെ മണിസാർ. എന്തൊക്കെ വന്നാലും ശരി, ഇതൊരു വല്ലാത്ത അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇനി ഇതിന്റെ പ്രതിഫലനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നാണ് കാണേണ്ടത്. രണ്ട് പാറ്റേൺ ആണ്. എന്നാൽ പോലും പിണറായി വിജയനെ ഞങ്ങൾ ഒന്നും പറയില്ല. പിണറായി ഞങ്ങളുടെ സ്വന്തം. പിണറായിയാണ് CPM ഐശ്വര്യം. പിണറായി വിജയൻ എന്ത് ചെയ്താലും ഞങ്ങളത് അപ്പാടെ വിഴുങ്ങും. എന്ത് പറഞ്ഞാലും നല്ലത്, എന്ത് ചെയ്താലും അത് വലിയ വികസനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് നാണമില്ലേ? അങ്ങ് കാലങ്ങളായിട്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരു പൊതുപ്രവർത്തകനല്ലേ? അല്പം നാണവും ഉളുപ്പും വേണ്ടി. വല്ലവരും എഴുതി തന്നത് അതേപടി വായിക്കാൻ ഒരു പാർട്ടി സെക്രട്ടറിക്ക് നാണവും ഉളുപ്പുമില്ലേ എന്ന് അദ്ദേഹത്തോട് സഹതാപം കൊണ്ട് ചോദിച്ചു പോവുക.